ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ക്രിസ്മസ് ഇതാ ഇങ്ങ് അടുത്ത് വന്നു. നമുക്കൊരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കിയാലോ? വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ അതിനായിട്ടൊരു പച്ച കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഏത് സൈസിന് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ ആദ്യം 15x18 സെൻറ്റിമീറ്റർ നീളത്തിലാണ് പേപ്പർ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെങ്ങനെ ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ രണ്ട് വശത്തും 4.5 സെൻറ്റിമീറ്ററും സെൻറ്ററിൽ 6 സെൻറ്റിമീറ്ററും വരുന്ന രീതിയിലാണ് എടുത്ത് മടക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ മടക്കി ഒട്ടിച്ചതിൻ്റെ രണ്ട് സൈഡിലും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ ഒന്ന് മടക്കി എടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒന്ന് വരച്ച് കാണിക്കുന്നത്. ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം അതിനെ ഒന്ന് തുറന്നിട്ട് ആ മടക്കിയ ഭാഗം നമ്മൾ ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ വളരെ പതുക്കെ മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ പേപ്പർ കീറിപ്പോവും. കട്ടിയുള്ള പേപ്പർ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ അത് അത്രത്തോളം പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ സാധാരണ ഇതുപോലുള്ള ക്രാഫ്റ്റ് പേപ്പർ കിട്ടും, അതിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ ഒന്ന് അകത്തേക്ക് മടക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. രണ്ട് സൈഡ് അതുപോലെ ചെയ്തെടുക്കാം. ഇനി അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ആ മടക്ക് വരുന്ന ഭാഗം വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ നമ്മൾ വീണ്ടും രണ്ടെണ്ണം കൂടെ ചെയ്തെടുക്കുക. അതായത് ഒരേ ഷേപ്പിൽ 3 വരണം. നമ്മളിപ്പോൾ ഒരെണ്ണം ചെയ്തു, ഇതുപോലെ 2 കൂടെ ചെയ്യുക. എന്നിട്ട് പുറത്ത് ദായി കാണിച്ചിരിക്കുന്നത് പോലെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വേറെ രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. അപ്പം ഞാൻ ഈ രീതിയിൽ വരച്ചു കൊടുത്തിട്ട് നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെട്ടിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ മൂർച്ചയുള്ള കത്രിക തന്നെ വേണം, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് വരികയില്ല. കാരണം അറിയാലോ, നമ്മൾ പല പ്രാവശ്യം ഇത് മടക്കിയിട്ടുള്ളതാണ്. ഈ നിവർത്തി കാണിക്കുന്നത് പോലെ നമുക്ക് കിട്ടും. ഇത് 3 ചെയ്തിട്ട് ചേർത്ത് വച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ വെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ചെറുതായിട്ട് നിങ്ങൾക്ക് എത്ര അടുക്ക് വേണോ അതിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ഒരു 4 എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ചുവന്ന പേപ്പറോ വെള്ള പേപ്പറോ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എൻ്റെ വെള്ള ഇല്ലാത്തത് കൊണ്ടാണ്, കിട്ടാത്തിട്ടാണ് ചുവപ്പ് തന്നെ എടുത്തത്. ഇതുപോലെ അടുക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 4 വെട്ടി എടുത്തിട്ടുള്ളൂ എങ്കിലും ഈ വെട്ടിയ പീസിൽ തന്നെ നമ്മൾ സൈഡ് കട്ട് ചെയ്ത് കളയുമ്പോൾ കുഞ്ഞു പേപ്പർ തന്നെ ഇങ്ങനെ അടുക്കായിട്ടുള്ളത് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിലോട്ട് ചെറിയ ലെയറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെയും സൂക്ഷിക്കേണ്ട, നമ്മൾ ഒരുപാട് വാരിക്കോരി പശ തേച്ചിട്ട് പേപ്പർ കീറിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ തേക്കുന്നതും ഒട്ടിക്കുന്നതൊക്കെ അത്രയും സൂക്ഷിച്ചാണ് നമ്മൾ ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചുവന്ന പേപ്പർ എടുത്തിരിക്കുന്നതിന് പകരത്തിന് കട്ടിയുള്ള പേപ്പർ എടുക്കാം. ചാർട്ട് പേപ്പറൊക്കെ നമുക്ക് ചുവപ്പ് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒട്ടിപ്പിടിക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. എന്നാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി സെൻറ്റർ ഭാഗം നമ്മൾ ഒട്ടിച്ചു കൊടുത്തായിട്ട് കഴിഞ്ഞു. ഇനി 2 വശങ്ങളും നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. ആദ്യം സെൻറ്റർ ഒട്ടിച്ചു കൊടുത്തതിന് മാത്രം അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ സൈഡ് ഒട്ടിച്ചു കൊടുക്കാൻ. അല്ലാണ്ട് എല്ലാ ഭാഗത്തും ഒരേ സമയം നിങ്ങൾ പശ തേച്ചിട്ട് ഒട്ടിക്കാൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് സെൻറ്റർ ആദ്യം ഫിക്സ് ചെയ്യുക, അതിന് ശേഷം സൈഡ് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലതിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ചെറിയ പണികൾ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. താങ്ക് യു.